ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺസ് ഇമ്പോർട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്ന ആംസ് ആൻഡ് അമ്യൂണിഷൻസിൽ 9% ഓരോ വർഷവും നമ്മുടെ രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉക്രൈൻ ഇന്ത്യയെക്കാളും ഒരൽപ്പം കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയായിരുന്നു ലോകത്തിൽ തന്നെ നമ്പർ 1 ആംസ് ഇമ്പോർട്ടർ. എന്നാൽ ഇതൊന്നും അങ്ങനെ അഭിമാനിക്കേണ്ട കാര്യം അല്ല. ഒരു രാജ്യം സ്വയം സംരക്ഷിക്കാൻ ആവശ്യമായ സൈനിക ഉപകരണങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ പക്കൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയും ആ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ എന്നായാലും ആ രാജ്യത്തെ കൊണ്ടൊരു സൂപ്പർ പവറായി മാറാൻ സാധിക്കില്ല. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ഇന്ത്യ ഇപ്പോൾ ഏകദേശം 23,000 കോടിയിലധികം ആയുധങ്ങളും അമ്യൂണിഷൻസും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചൈനയിലുള്ള റിസർച്ചേഴ്സ് അവരുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ചുരുങ്ങിയ വർഷത്തിൽ ഇന്ത്യ ഇത്രയും വലിയൊരു എക്സ്പോർട്ടറായി മാറിയതിനെക്കുറിച്ച് അവർ അഭിനന്ദിച്ചും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ചൈനയിൽ ഒരുപാട് തിങ്ക് ടാങ്ക്സ് ഉണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തിങ്ക് ടാങ്ക് പറഞ്ഞത് ഇന്ത്യ വലിയൊരു ആംസ് ഇമ്പോർട്ടർ ആയിരുന്നു 2014 മുൻപ് വരെയും. 2014 മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തത് ആംസ് അമ്യൂണിഷൻസ് സ്റ്റേറ്റ് ഓൺഡ് കമ്പനീസ്, അതായത് ഗവൺമെന്റിന് കീഴിലുള്ള കമ്പനീസ് മാത്രം നിർമ്മിച്ചാൽ പോരാ, പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്കും ഇത് ഉൽപ്പാദിപ്പിക്കാം എന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഇതിലൂടെ ഭാരത് പോർട്സ്, ടാറ്റ, കല്യാണി പോലുള്ള കമ്പനികൾ ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ആ ആയുധങ്ങൾ ആദ്യമായി ഇന്ത്യൻ സൈന്യത്തിനും പോകുന്നു. അതേസമയം മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ US, ഇസ്രായേൽ, ജർമ്മനി ഇവർ പോലും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. എന്തിന്? ഹൈടെക് അയൺ, അലുമിനിയം, കൂടാതെ ചില മെഷീനറി കോമ്പണന്റ്സിൽ US ഒരു വലിയ ഇമ്പോർട്ടർ ആണ്, അതും ഇന്ത്യയുടെ പക്കൽ നിന്ന്. ഇസ്രായേൽ അമ്യൂണിഷൻസിൽ ആരംഭിക്കുകയും ഡ്രോൺസ്, റഡാർ സിസ്റ്റംസും ഇമ്പോർട്ട് ചെയ്യുന്നു. ജർമ്മനി ലോകത്തിലെ ഏറ്റവും മികച്ച മിലിറ്ററി എക്യുപ്മെന്റ്സ് നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ്. അവരും ഇന്ത്യയുടെ പക്കൽ നിന്ന് റഡാറും സർവൈലൻസ് എക്യുപ്മെന്റ്സും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു ചില ചെറിയ ചെറിയ രാജ്യങ്ങൾ, അർമേനിയ പോലുള്ള കൺട്രീസ് ഇന്ത്യയുടെ പക്കൽ നിന്നും സ്വാതി വെപ്പൺസ് ലൊക്കേറ്റിംഗ് റേഡാർ, ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം, ഇനി പിനാക്ക റോക്കറ്റ് സിസ്റ്റം, കൂടാതെ നമ്മുടെ പ്രളയ് മിസൈൽസ്, ബ്രഹ്മോസ് മിസൈൽസ്, ഇങ്ങനെ ഈ ലിസ്റ്റ് തന്നെ വലുതാണ്. ഫ്രഞ്ച് ഗവൺമെന്റ് പോലും അടുത്തിടെ നമ്മുടെ പിനാക്ക സിസ്റ്റത്തിൽ അവരുടെ ഒരു താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ നോക്കിയാൽ ഇന്ത്യൻ വെപ്പൺ സിസ്റ്റത്തോടുള്ള ലോകരാജ്യങ്ങളുടെ ആവശ്യവും അവരുടെ ആഗ്രഹവും വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ ചില വെപ്പൺസ് മറ്റു ചില രാജ്യങ്ങളുടെ ടൈപ്പോടുകൂടി നിർമ്മിക്കുന്നുണ്ട്, ബ്രഹ്മോസ് പോലുള്ള സിസ്റ്റംസ്. ഇതെല്ലാം എത്രത്തോളം ഫേമസ് ആണെന്ന കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ടതില്ല. നിങ്ങൾക്ക് തന്നെ വ്യക്തമായി ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. ഇനി ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് നോക്കിയാൽ 2023 താരതമ്യം ചെയ്യുമ്പോൾ 2023 21,000 കോടിയായിരുന്ന ഇന്ത്യൻ എക്സ്പോർട്ട്സ് 2024-25 സാമ്പത്തിക വർഷത്തിൽ വർദ്ധിച്ചു. ഈ വർഷം അവസാനിച്ചില്ല. എന്നാൽ അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ ഏകദേശം 24,000 കോടിയോളം നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചൈനയിലുള്ള വിശകലന വിദഗ്ധർ അവരുടെ ലേഖനത്തിൽ പറയുന്നത് 1960 മുതൽ തന്നെ ഇന്ത്യയെ ചൈനക്കാർ കണ്ടിരുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യം എന്ന് മാത്രം അല്ല പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. വിഭവങ്ങളായാലും മനുഷ്യശക്തിയായാലും ഒരുപാട് ഇന്ത്യയിൽ ഉണ്ട്. അങ്ങനെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ ചൈന പൂർണ്ണമായും ഒരു ജനാധിപത്യ വിരുദ്ധ രാജ്യമായിരുന്നു. അപ്പോ ആ ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ അലൈൻമെന്റിന് അനുയോജ്യമായ അലൈസുമായി അവർ ട്രേഡ് നടത്തും. ആ ഒരു അലൈസുമായി അവർ വെപ്പൺസും ഷെയർ ചെയ്യും. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടെല്ലാം വ്യത്യസ്തമായിരിക്കും. അതേസമയം ആ ഒരു പ്രദേശത്ത് ജനാധിപത്യം പിന്തുടരുന്ന രാജ്യങ്ങളും ഉണ്ടാകും. ആ രാജ്യങ്ങൾക്ക് എതിരെ ഇവർ ചില കരുക്കൾ നീക്കുമ്പോൾ ഇന്ത്യയും ഒരു ജനാധിപത്യ രാജ്യം അല്ലേ? അപ്പോ ഇന്ത്യ ചെയ്യുന്നത് ആ പ്രത്യേക രാജ്യങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്യും. അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ആയുധ സഹായവുമായിരിക്കാം. ഉദാഹരണത്തിന് തായ്വാൻ എടുക്കാം. തായ്വാൻ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്തിനെതിരെ ചൈന എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ ഇന്ത്യ എല്ലാ ആയുധങ്ങളും ഒരുപക്ഷെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ തായ്വാനും ആയുധങ്ങൾ നൽകി സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇന്ത്യ നമുക്കെതിരെ തിരിയാൻ ഒരു സാധ്യതയുണ്ട്. ഇന്ത്യ ഡെമോക്രസി ആയതുകൊണ്ടും ഇന്ത്യ ഒരു വലിയ പവർ ഹൗസ് ആയതുകൊണ്ടും നമുക്കെതിരെ അവർ തിരിയാൻ സാധ്യതയുണ്ടെന്ന്
ചൈനയിലെ ഈ പ്രധാനപ്പെട്ട ഗവേഷകർ അവരുടെ ലേഖനത്തിൽ എഴുതി വെച്ചു. എന്നാൽ ഇതോടുകൂടി അവർ അവസാനിപ്പിച്ചില്ല. രണ്ടാമതായും അവർ ഒരു അഭിപ്രായം പറഞ്ഞു. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇന്ത്യ എത്ര തന്നെ ജനാധിപത്യ രാജ്യമായിരുന്നാലും അമേരിക്ക, ജർമ്മനി, ഇസ്രായേൽ പോലുള്ള ഒരു ഡെമോക്രസി ഫോളോ ചെയ്യുന്ന കൺട്രീസിന് ആയുധങ്ങൾ നൽകിയാലും മറ്റൊരു വശത്ത് സമഗ്രാധിപത്യ സർക്കാർ, അതായത് മ്യാൻമർ പോലുള്ള സർക്കാരിനും ഇന്ത്യ അവരുടെ ആയുധ സഹായം നൽകുന്നുണ്ട്. ഏകദേശം മ്യാൻമർ ഉപയോഗിക്കുന്ന 58% ആയുധങ്ങളും ഇന്ത്യയിൽ നിന്നും നിർമ്മിച്ചതാണ്. അപ്പോ ഒരു ഭാഗത്ത് ഡെമോക്രസിക്ക് ഇന്ത്യ സഹായിക്കുന്നു, മറുവശത്ത് അവരുടെ ഐഡിയോളജിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ പിന്നിലേക്ക് നിൽക്കുന്ന രാജ്യങ്ങളുമായും അവർ ഒരു ബന്ധം സൃഷ്ടിക്കാൻ നോക്കുന്നു. അപ്പോ ഇവിടെ ഇന്ത്യ ഒരേ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇന്ത്യ എന്ന രാജ്യത്തിന് എന്താണോ ആവശ്യം അതുമാത്രം. ഉദാഹരണത്തിന്, ഇസ്രായേൽ ഇന്ത്യക്ക് ഒരു സഹായം ചെയ്താൽ ഇസ്രായേലിന് ഇന്ത്യ ആയുധങ്ങൾ അയക്കും, അവർക്കും സപ്പോർട്ട് ചെയ്യും. ഇനി റഷ്യ ഇന്ത്യയെ സഹായിക്കുകയാണെങ്കിൽ റഷ്യ യൂറോപ്പിൽ എന്ത് തന്നെ ചെയ്താലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ റഷ്യയുടെ പക്കൽ നിന്നും മില്യൺസ് ഓഫ് ബാരൽ ഓയിൽ വാങ്ങും എന്ന് പറഞ്ഞ് യൂറോപ്പിലെ പല രാജ്യങ്ങൾ എതിർത്തിട്ട് പോലും അതൊന്നും കണക്കിലെടുക്കാതെ റഷ്യയുടെ പക്കൽ നിന്നും ഓയിൽസ് ഇന്ത്യ ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു വശത്ത് നാറ്റോ രാജ്യങ്ങൾക്കായാലും ഇന്ത്യയിൽ നിന്നുള്ള പല ഉപകരണങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകം പറഞ്ഞാൽ ഉക്രൈനിൽ പോലും ഇപ്പോ ഇന്ത്യയിൽ നിർമ്മിച്ച 155mm ആർട്ടിലറി ഷെൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഉക്രൈനിലേക്കും ആയുധങ്ങൾ പോകുന്നുണ്ട്. മറുവശത്ത് റഷ്യയുടെ പക്കൽ നിന്നും ഓയിൽ വാങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ദേശീയ താല്പര്യമാണ് പ്രധാനം. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രത്യേക വ്യക്തി അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ പ്രതീക്ഷിച്ചതെല്ലാം ഇന്ത്യ ഒരു ജനാധിപത്യത്തെ നോക്കി നീങ്ങാൻ കഴിയുന്ന രാജ്യം, ജനാധിപത്യത്തിന് മാത്രം പിന്തുണ ചെയ്യുകയുള്ളൂ. അതിനാൽ നമുക്ക് പ്രാദേശികമായി പ്രശ്നം വരും എന്നൊക്കെ കരുതി. കാരണം ഇന്ത്യ എല്ലാ ഡെമോക്രാറ്റിക് കൺട്രീസുമായും അവരുടെ കൂട്ടുകെട്ടുണ്ടാക്കുകയും ആ കൺട്രീസിന് ആയുധങ്ങളും പിന്തുണയും നൽകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക എന്താണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കരുക്കൾ നീക്കുമ്പോൾ ഇന്ത്യ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയുടെ നല്ല കാര്യമാണ് അവർ നോക്കുന്നത്. അതാണ് അവരുടെ മുൻഗണന. അതനുസരിച്ച് നോക്കിയാൽ ആരെക്കുറിച്ചും അവർ ദുഃഖിക്കില്ല. ഏത് കൺട്രിയാണോ അവർക്ക് ലഭിക്കുന്നത് ആ കൺട്രിക്ക് ആവശ്യമായ സഹായവും ആ കൺട്രിക്ക് ആവശ്യമായ ആയുധ വിതരണവും അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോ ഇദ്ദേഹം പറയുന്ന ഈ അഭിപ്രായം എന്നത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ മുഴുവനായും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ ഒരിക്കലും ഒരു പക്ഷത്ത് നിന്നിട്ടേയില്ല. നമ്മളെപ്പോഴും നിഷ്പക്ഷ നിലപാടാണ് എടുക്കുക. നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കി നമ്മൾ കരുക്കൾ നീക്കും. അപ്പോ അതിനനുസരിച്ചതുപോലെയാണ് ഇതും. എന്നാൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്നത് എത്ര തന്നെ അസാധാരണമായ രീതിയിൽ വളർന്നുകൊണ്ടിരുന്നാലും ആഭ്യന്തരമായി നമ്മുടെ ആവശ്യം നമ്മൾ പൂർണ്ണമായും നിറവേറ്റേണ്ടതുണ്ട്. പലയിടത്തും നമ്മൾ അല്പം പിന്നിലോട്ടാണ്. അതുകൂടെ നമ്മൾ പൂർത്തിയാക്കുകയാണെങ്കിൽ അടുത്ത ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കും. നമുക്ക് ആവശ്യമായ 70% ആയുധങ്ങളും ഇപ്പോൾ ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിനെ 99% കൊണ്ടുവരികയാണെങ്കിൽ അന്നായിരിക്കും നമ്മളൊരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു സൈനിക നേതാവായി മാറുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.